Hi dears, welcome to our online class. Today we are going to discuss about relational operators. In previous class we have already discussed arithmetic operators. Arithmetic operators are used for perform mathematical operations such as addition, subtraction, multiplication, division, etc. Relational operators less than, greater than, less than or equal to, greater than or equal to, not equal to, double equal to. ഇതൊക്കെയാണ് relational operators വരുന്നത്. It is used to compare numerical data. Numerical data നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു. രണ്ട് നമ്പേഴ്സ് വന്നിട്ട് അത് വലുതാണോ ചെറുതാണോ സമമാണോ സമമല്ലേ അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക. ഇത് നോക്കി നോക്കൂ, രണ്ട് വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എം എന്ന് പറഞ്ഞിട്ട് അതിൽ എമ്മിന് വാല്യൂ 12ഉം എന്നിന് വാല്യൂ 5ഉം കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്താ ചെയ്യുന്നത്, ആ വാല്യൂസിനെ കമ്പയർ ചെയ്യാണ്. എം ലെസ് ദാൻ എൻ, 12 എന്നത് 5നേക്കാളും ചെറുതാണോന്ന്? ഫോൾസ് ആണ് അല്ലേ. 12 എന്നത് 5നേക്കാളും ചെറുതല്ല, അപ്പോൾ ഫോൾസ് ആണ്. ഫോൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഏതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്? 0. ഫോൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 0 ഇട്ടിരിക്കുന്നു. അപ്പോൾ ട്രൂവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കേണ്ടാവുക? 1. ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ ഏതിൽ ഉപയോഗിക്കുന്നത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ട്രൂ, ഫോൾസ്. ട്രൂവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 1ഉം ഫോൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 0യും. നോക്കുക, ആദ്യം ലെസ് ദാൻ വെച്ച് ചെക്ക് ചെയ്തു, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോഴും 0 തന്നെ. പിന്നെ ഗ്രേറ്റർ ദാൻ, എം ഗ്രേറ്റർ ദാൻ എൻ, 12 എന്നത് 5നേക്കാളും വലുതാണ്, അപ്പോൾ ട്രൂ ആണ് അല്ലേ. ട്രൂ ആയപ്പോൾ എന്തിട്ട് കൊടുത്തു? 1 ഇട്ട് കൊടുത്തു. പിന്നെ ചോദിക്കുന്നത് എം നോട്ട് ഈക്വൽ ടു എൻ, സമമല്ല എന്ന്. ശരിയാണ്, സമമല്ലല്ലോ, 12ഉം 5ഉം ഈക്വൽ അല്ല, അപ്പോൾ 1 ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് എം ഡബിൾ ഈക്വൽ എൻ, സമമാണെന്ന്, ഈക്വൽ ആണോ? അല്ല, അപ്പോൾ എന്ത് ചെയ്തു? 0 ഇട്ടെടുത്തു. ഫോൾസ് ആണ് അല്ലേ. ഇങ്ങനെ രണ്ട് ന്യൂമറിക്കൽ ഡാറ്റയെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കമ്പയർ ന്യൂമറിക്കൽ ഡാറ്റാസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കമ്പയർ ചെയ്യണം. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 എണ്ണമാണ്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഇങ്ങനെ 3 ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ആൻഡ്, ഓർ, നോട്ട്. ആൻഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഈ സിമ്പിൾ യൂസ് ചെയ്യും, ഓറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഈ സിമ്പിൾ, നോട്ടിന് ഈ സിമ്പിൾ. ഇങ്ങനെ 3 ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലുള്ളത്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓർ ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ലോജിക്കൽ ആൻഡിന് ഇവിടെ ഞാൻ 2 വാല്യൂസ് കൊടുത്തു, എക്സ്, വൈ. ഇത് ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് ആണ്. ഇവിടെ എക്സ് ആൻഡ് വൈ, ഇത് ഔട്ട്പുട്ടാണ്. ഇനി
നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് ട്രൂ ആയിക്കഴിഞ്ഞാൽ, ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് മുഴുവൻ എന്തായിരിക്കണം? ട്രൂ ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ ആവും. ഏതിൻ്റെ കേസിൽ? ലോജിക്കൽ ആൻഡിൻ്റെ കേസിൽ. ഞാൻ വാല്യൂസ് കൊടുക്കുകയാണ് 0 0 0 1 1 0 1 1. നമ്മൾ ബൈനറി വാല്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? 0 0 0 0 0 1 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 7ൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? 3 ഡിജിറ്റ് ആക്കിയിട്ട്. ഇത് 2 ഡിജിറ്റ് ആക്കിയിട്ടാണ്. ഇനി ഇൻപുട്ട് ചെയ്തത് എക്സ് വൈ. ഇതിൽ ഇൻപുട്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് രണ്ടും ട്രൂ ആയിക്കഴിഞ്ഞാൽ, ഇൻപുട്ട് ചെയ്ത വാല്യൂസ് കംപ്ലീറ്റ് ട്രൂ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ആൻഡിൻ്റെ കേസിൽ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. ആദ്യത്തെ വാല്യൂസ് 0 0 രണ്ടും ഫോൾസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇനി രണ്ടാമത്തേൽ 0 1 ആണ്. അതിൽ ഒരെണ്ണം എക്സ് ഫോൾസും വൈ ട്രൂ ആണ്. പക്ഷേ അത് ശരിയാവില്ല. അപ്പോഴും എന്തിന് വരിക? ഫോൾസ്. രണ്ടും ട്രൂ ആയാൽ മാത്രമാണ് ട്രൂ ആവുള്ളൂ. രണ്ടും ട്രൂ ആയത് എവിടെയാണ്? 1 1. എക്സും വൈയും 1 ആയപ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് എന്തായത്? 1 ആയത്, ട്രൂ ആയത്. ഇങ്ങനെയാണ് ലോജിക്കൽ ആൻഡ് വർക്ക് ചെയ്യുക. ലോജിക്കൽ ആൻഡിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് രണ്ടും എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ലോജിക്കൽ ഓർ. ലോജിക്കൽ ഓറിൻ്റെ കേസിൽ വാല്യൂസ് ഇങ്ങനെ തന്നെ കൊടുക്കുക. എക്സിനും വൈക്കും 0 0 0 1 1 0 1 1 കൊടുക്കുക. എന്നിട്ട് ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് അല്ലേ? ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ ആവും. ഫസ്റ്റ് നോക്കുക എന്താണ്? 0 0 രണ്ടും ഫോൾസ് ആണ്. അപ്പോൾ 0 ആണ് അല്ലേ? രണ്ടാമത്തേതിൽ എക്സ് ട്രൂ ഫോൾസും വൈ ട്രൂ ആണ്. ഒരെണ്ണം ട്രൂ ആയിട്ടുണ്ട്. ഒരെണ്ണം ട്രൂ ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ ആയി. ഇവിടെയും ഒരെണ്ണം ട്രൂ ആയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയി. ഇവിടെ എന്താണ്? രണ്ടും ട്രൂ ആണ്. അപ്പോഴും ട്രൂ ആയി. അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും എന്തായാലും മതി? ട്രൂ ആയാൽ മതി. എങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഏതിൻ്റെ കേസിൽ? ഓർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ. അപ്പോൾ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ മനസ്സിലായല്ലോ. ലോജിക്കൽ ആൻഡിൻ്റെ കേസിൽ ഇൻപുട്ട് ചെയ്തത് കംപ്ലീറ്റ് എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ. നെക്സ്റ്റ് ലോജിക്കൽ നോട്ടാണ്. നോട്ടിൻ്റെ കേസിൽ എങ്ങനെയെന്ന് വെച്ചാൽ നെഗേറ്റ് ഓപ്പറേറ്ററിനും കൂടി ഏതറിയപ്പെടും? ലോജിക്കൽ നോട്ട്. അതായത് ഇപ്പോൾ കൊടുക്കുന്ന വാല്യൂസ്, എക്സിന് ഞാൻ വാല്യൂസ് കൊടുത്തു 0 1 എന്ന്. അതിൻ്റെ നോട്ട് ഓപ്പറേറ്റർ എങ്ങനെയാവും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 0. ഓപ്പോസിറ്റ് ആയിരിക്കും ഏതിൻ്റെ കേസിൽ വരിക? ലോജിക്കൽ നോട്ടിൻ്റെ കേസിൽ വരിക. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് കൂടി പറയും? നെഗേറ്റ് ഓപ്പറേറ്റർ എന്ന് കൂടി അറിയപ്പെടും. 0 കൊടുത്താൽ 1, 1 കൊടുത്താൽ 0. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ ഏതൊക്കെയാണ്? ലോജിക്കൽ ആൻഡ്, ഓർ, നോട്ട്. ആൻഡിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടൊക്കെ എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ട്രൂ ആവുക. ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ ആവും. നോട്ടിൻ്റെ കേസിൽ എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ്. 0 ആണ് ഇൻപുട്ട് ചെയ്തെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 ആണ് ഇൻപുട്ട് ചെയ്തെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏതാന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ്, ഈക്വൽ. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ഇൻ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ഇൻ ടു എ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, എ ഈക്വൽ 5 എന്ന് കൊടുത്തു. എ ഈക്വൽ 5 എന്ന് കൊടുത്താൽ ആഡ് എ വാല്യൂ പിന്നെ എന്തായി? 5 ആയി. 5 എന്ന വാല്യൂവിനെ എയിലേക്ക് അസൈൻ ചെയ്തു.
പിന്നെ ആഡ് വാല്യൂ എത്രയെന്ന് വെച്ചാൽ എന്താ പറയാം 5 ആണ് അല്ലേ. ഇങ്ങനെ ഒരു വാല്യൂവിനെ വാരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 2 ഓപ്പറേറ്റർ പഠിച്ചു. ഒന്ന് ഈ ഓപ്പറേറ്ററും പഠിച്ചു, ഡബിൾ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റർ പഠിച്ചു. എക്സാമിന് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സിംഗിൾ ഈക്വൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വാരിയബിളിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഡബിൾ ഈക്വൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് ദ വാല്യൂ. വാല്യൂ ചെക്ക് ചെയ്യാൻ എങ്ങനെ ഈക്വൽ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നതാണ് അല്ലേ. ചെക്ക് ചെയ്യാൻ സമമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഡബിൾ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഈക്വലും ഡബിൾ ഈക്വലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കഴിഞ്ഞു. നെക്സ്റ്റ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇതുവരെയുള്ള ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ ആൻഡ്, ഓർ, നോട്ട്. ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.